പാർട്ടിയുടെ മൂവ്മെന്റ് ഒരിക്കലും നല്ല ഉദ്ദേശത്തോടെയല്ല. ഇത് ഞങ്ങൾ പറയുന്ന സമയത്ത് അതെങ്ങനെയാ ശരിയാവുന്നത്? നീറ്റ് പരീക്ഷയിലെ ചോർച്ച അഡ്രസ് ചെയ്യപ്പെടേണ്ടതല്ലേ? പെടണം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടതല്ലേ? വേണം. വൈകാതെ തന്നെ BJP-യിൽ വലിയ രീതിയിലുള്ള അഴിച്ചുപണികൾ ഉണ്ടാകുമെന്നും മന്ത്രിസഭയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നുള്ള അറിയിപ്പ് ഈ പാറ്റ പാർട്ടി നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ BJP-യിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പൊ കാര്യമായിട്ടുള്ള നടപടി അവിടെ ഉണ്ടാകും. എന്നിട്ടും അതിന്റെ പേരിൽ അല്ലെങ്കിൽ ധർമ്മേന്ദ്ര പ്രധാൻ നീറ്റ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ പറഞ്ഞുകൊണ്ട് ഇവര് രംഗത്തിറങ്ങിയതിന് പിന്നിൽ നിഷ്കളങ്കമായിട്ടുള്ള ഉദ്ദേശമാണോ? ഞാൻ 10 വർഷം മുമ്പ് JNU-ൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യം നിങ്ങളെ കേൾപ്പിക്കാം. ഇനി ഇന്നലെ ഡൽഹി ജന്തർ മന്ദിറിൽ മുഴങ്ങിക്കേട്ട മുദ്രാവാക്യം കേട്ടോളൂ. രണ്ടും ഒരുപോലില്ലേ? അതെ, ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയും ഇവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട് ജയിലഴികൾക്കുള്ളിലായ എല്ലാ വ്യക്തികൾക്കും ഇന്നലെ നടന്ന ആ ഒരു മൂവ്മെന്റിലും പങ്കുണ്ട്. അതായത് പാറ്റ പാർട്ടിയുടെ പ്രതിഷേധത്തിലും പങ്കുണ്ട്. ഉമർ ഖാലിദിനെയൊക്കെ അനുകൂലമായിട്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആളുകൾ പ്രത്യക്ഷപ്പെട്ടത് വെറുതെയല്ല. ഇതുവരെ BJP-ക്കെതിരെ വന്നിരിക്കുന്ന എല്ലാ സമരങ്ങളിലും ഒരുപോലെയുള്ള കുറെ മുഖങ്ങളും കാണാം. ഇവരൊക്കെ എല്ലാ സമരത്തിലും ഉണ്ട്. സമരം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഒരു മോട്ടീവ്. ഈ ഒരേപോലുള്ള മുദ്രാവാക്യങ്ങൾ കേൾക്കുമ്പോഴേക്ക് സസ്പീഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? സംതിങ് ഫിഷി എന്ന് തോന്നില്ലേ? ആസാദി അല്ലേ?